വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 33-ാം അധ്യായം. മോശയുടെയും അഹ്റോന്റെയും കരം വഴി ഈജിപ്ത് ദേശത്തു നിന്ന് സൈന്യഗണങ്ങളായി പുറപ്പെട്ട ഇസ്രായേലരുടെ താവളങ്ങൾ ഇവയാണ്. അവരുടെ താവളങ്ങൾ അനുസരിച്ചുള്ള പുറപ്പാടുകൾ കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് മോശ കുറിച്ചുവച്ചു. അവയാണ് അവരുടെ പുറപ്പാടുകൾ അനുസരിച്ചുള്ള താവളങ്ങൾ. അവർ റംസേസിൽ നിന്ന് ആദ്യ മാസം, അതായത് 1-ാം മാസത്തിന്റെ 15-ാം ദിവസം യാത്ര തിരിച്ചു. പെസഹായുടെ പിറ്റേന്നാളാണ് ഇസ്രായേല്യർ ഉയർന്ന കരത്തോടെ ഈജിപ്തുകാരെല്ലാം കാണുകെ പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ തങ്ങളുടെ ഇടയിൽ കർത്താവ് സംഹരിച്ച തങ്ങളുടെ ഓരോ കടിഞ്ഞൂലിനെയും സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ ഇടയിലും കർത്താവ് വിധികൾ നടപ്പാക്കിയിരുന്നു. ഇസ്രായേല്യർ റംസേസിൽ നിന്ന് നീങ്ങി സുക്കോത്തിൽ പാളയമടിച്ചു. അവർ സുക്കോത്തിൽ നിന്ന് നീങ്ങി മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിൽ പാളയമടിച്ചു. എത്താമിൽ നിന്ന് പാളയം നീക്കിയിട്ട് അവർ തിരിഞ്ഞ് ബാൽ-സെഫോന് അഭിമുഖമായ പിഹഹീറോത്തിനരികിലായി മിഗ്ദോനിനു മുമ്പിൽ തങ്ങി. എന്നിട്ട് പിഹഹീറോത്തിനു മുമ്പിൽ നിന്ന് മുന്നേറി കടലിന് നടുവിലൂടെ മരുഭൂമിയിലേക്ക് കടന്നു. എത്താം മരുഭൂമിയിലൂടെ 3 ദിവസത്തെ വഴി സഞ്ചരിച്ച് അവർ മാറായിൽ പാളയമടിച്ചു. അവർ മാറായിൽ നിന്ന് നീങ്ങി ഏലീമിലേക്ക് വന്നെത്തി. ഏലീമിൽ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവർ അവിടെ പാളയമടിച്ചു. ഏലീമിൽ നിന്ന് നീങ്ങി ചെങ്കടലിനരികെ അവർ പാളയമടിച്ചു. പിന്നീട് ചെങ്കടലിൽ നിന്ന് പാളയം നീക്കി സിൻ മരുഭൂമിയിൽ തങ്ങി. സിൻ മരുഭൂമിയിൽ നിന്ന് യാത്ര ചെയ്ത് ദൊഫ്കയിൽ പാളയമടിച്ചു. ദൊഫ്കയിൽ നിന്ന് നീങ്ങി അവർ ആലൂഷിൽ തങ്ങി. ആലൂഷിൽ നിന്ന് യാത്ര ചെയ്ത് റഫീദീമിൽ പാളയമടിച്ചു. അവിടെ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അവർ റഫീദീമിൽ പാളയം നീക്കി സീനായ് മരുഭൂമിയിൽ തങ്ങി. സീനായ് മരുഭൂമിയിൽ നിന്ന് യാത്ര ചെയ്ത് അവർ കിബ്രോത്ത് ഹത്താവയിൽ പാളയമടിച്ചു. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് നീങ്ങി ഹസേറോത്തിൽ പാളയമടിച്ചു. അവർ ഹസേറോത്തിൽ നിന്ന് പാളയം നീക്കി റിത്മായിൽ തങ്ങി. റിത്മായിൽ നിന്ന് യാത്ര ചെയ്ത് റിമോൻ പേരസിൽ പാളയമടിച്ചു. അവർ റിമോൻ പേരസിൽ നിന്ന് നീങ്ങി ലിബ്നയിൽ തങ്ങി. ലിബ്നയിൽ നിന്ന് മുന്നേറി അവർ റിസായിൽ പാളയമടിച്ചു. റിസായിൽ നിന്ന് പാളയം നീക്കിയ അവർ കെഹലാത്തായിലാണ് തങ്ങിയത്. കെഹലാത്തായിൽ നിന്ന് യാത്ര ചെയ്ത് അവർ ഷെഫേർ മലയിൽ പാളയമടിച്ചു. പിന്നീട് ഷെഫേർ മലയിൽ നിന്ന് മുന്നേറി ഹരാദായിൽ തങ്ങി. ഹരാദായിൽ നിന്ന് പാളയം നീക്കിയ അവർ മഹേലോത്തിലാണ് പാളയമടിച്ചത്. മഹേലോത്തിൽ നിന്ന് നീങ്ങി തഹത്തിൽ പാളയമടിച്ചു. തുടർന്ന് തഹത്തിൽ നിന്ന് യാത്ര ചെയ്ത് അവർ തേരഹിൽ തങ്ങി. തേരഹിൽ നിന്ന് മുന്നേറി മിക്തായിൽ പാളയമടിച്ചു. പിന്നെ മിത്കായിൽ നിന്ന് പാളയം നീക്കിയ അവർ ഹഷ്മോനായിലാണ് തങ്ങിയത്. ഹഷ്മോനായിൽ നിന്ന് നീങ്ങി മൊസേറോത്തിൽ പാളയമടിച്ചു. അവർ മൊസേറോത്തിൽ നിന്ന് യാത്ര ചെയ്ത് ബനയാക്കാനിൽ തങ്ങി. ബനയാക്കാനിൽ നിന്ന് മുന്നേറി ഗിദ്ഗാദിലെ ഹോറിൽ പാളയമടിച്ചു. ഗിദ്ഗാദിലെ ഹോറിൽ നിന്ന് പാളയം നീക്കിയ അവർ യോദ്ബാത്തായിലാണ് തങ്ങിയത്. തുടർന്ന് അവർ യോദ്ബാത്തായിൽ നിന്ന് അബ്രോനായിൽ പാളയമടിച്ചു. അബ്രോനായിൽ നിന്ന് യാത്ര ചെയ്ത് എസിയോൻ ഗേബറിൽ തങ്ങി. അവർ എസിയോൻ ഗേബറിൽ നിന്ന് പാളയം നീക്കി സിൻ മരുഭൂമിയിൽ, അതുതന്നെയാണ് കാദേശ്, പാളയമടിച്ചു. കാദേശിൽ നിന്ന് ഏദോം ദേശാതിർത്തിയിലുള്ള ഹോർ മലയിൽ പാളയമടിച്ചു. പുരോഹിതനായ അഹ്റോൻ കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഹോർ മലയിലേക്ക് കയറി. അവിടെ വച്ച് അവൻ മരിച്ചു. ഇസ്രായേലിയർ ഈജിപ്ത് ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ 40-ാം വർഷം 5-ാം മാസം
മാസത്തിന്റെ 1-ാം തീയതിയായിരുന്നു ഇത്. ഹോർ മലയിൽ വെച്ച് അഹ്റോൻ മരിക്കുമ്പോൾ അവന് 123 വയസ്സായിരുന്നു. കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാന്യനായ ആരാദു രാജാവ് ഇസ്രായേല്യർ വരുന്നതായി കേട്ടു. അവർ ഹോർ മലയിൽ നിന്ന് നീങ്ങി സൽമോനായിൽ പാളയമടിച്ചു. സൽമോനായിൽ നിന്ന് പാളയം നീക്കി അവർ പൂനോനിൽ തങ്ങി. പൂനോനിൽ നിന്ന് യാത്ര ചെയ്ത് അവർ ഓബോത്തിൽ പാളയമടിച്ചു. ഓബോത്തിൽ നിന്ന് അവർ നീങ്ങി മൊവാബിന്റെ അതിർത്തിയിലുള്ള ഇയെ അബാരാമിലാണ് പാളയമടിച്ചത്. അവർ ഇയീമിൽ നിന്ന് യാത്ര ചെയ്ത് ദീബോൻ ഗാദിൽ തങ്ങി. ദീബോൻ ഗാദിൽ നിന്ന് നീങ്ങി അവർ ദിബ്ലാത്തായിമിലേക്കുള്ള അൽമോനിൽ പാളയമടിച്ചു. ദിബ്ലാത്തായിമിലേക്കുള്ള അൽമോനിൽ നിന്ന് പാളയം നീക്കി നെബോയ്ക്ക് മുമ്പിലായി അബാറിം മലകളിൽ തങ്ങി. അബാറിം മലകളിൽ നിന്ന് യാത്ര ചെയ്ത് ജെറീക്കോയ്ക്ക് സമീപം ജോർദാൻ അക്കരെ മൊവാബ് സമതലങ്ങളിൽ പാളയമടിച്ചു. ജോർദാന് സമീപത്ത് മൊവാബ് സമതലങ്ങളിൽ ബേത്ത്ശെയിമോത്ത് മുതൽ ആബേൽ ശിത്തിം വരെയാണ് അവർ പാളയമടിച്ചത്. ജെറീക്കോയ്ക്ക് സമീപം ജോർദാൻ അക്കരെ മൊവാബ് സമതലങ്ങളിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലരോട് നീ പ്രസ്താവിച്ചു പറയുക, നിങ്ങൾ കാനാൻ ദേശത്തേക്ക് ജോർദാൻ കടക്കുമ്പോൾ തദ്ദേശവാസികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിപ്പിച്ച് അവരുടെ ശിലാവിഗ്രഹങ്ങൾ തകർക്കുകയും ലോഹപ്രതിമകൾ ഉടയ്ക്കുകയും പൂജാഗിരികൾ ഉന്മൂലനം ചെയ്യുകയും വേണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം കൈവശമാക്കാൻ ഞാൻ നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് നറുക്കെടുപ്പിലൂടെ നിങ്ങൾ ദേശം അവകാശമാക്കണം. വലുതിന് അതിന്റെ അവകാശം നിങ്ങൾ കൂട്ടണം, ചെറുതിന് അതിന്റെ അവകാശം നീ കുറയ്ക്കണം. ഒരുവന് കുറി എവിടേക്ക് വീഴുന്നുവോ അതായിരിക്കും അവനുള്ളത്. നിങ്ങളുടെ പിതൃഗോത്രങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അവകാശമാക്കേണ്ടത്. എന്നാൽ നിങ്ങൾ തദ്ദേശവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിപ്പിക്കാതിരുന്നാൽ അവരിൽ നിന്ന് നിങ്ങൾ അവശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ സൂചികളും നിങ്ങളുടെ പാർശ്വങ്ങളിൽ മുള്ളുകളും ആയിത്തീരും. നിങ്ങൾ വസിക്കുന്ന ദേശത്ത് അവർ നിങ്ങളെ ഞെരുക്കും. ഞാൻ അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചതുപോലെയായിരിക്കും ഞാൻ നിങ്ങളോട് ചെയ്യുന്നത്. സംഖ്യയുടെ പുസ്തകം 34-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലരോട് നീ കൽപ്പിച്ചു പറയുക, നിങ്ങൾ കാനാൻ ദേശത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി തീരാനിരിക്കുന്ന കാനാൻ ദേശം അതിന്റെ അതിർത്തികൾ അനുസരിച്ച് ഇതാണ്. നിങ്ങൾക്ക് തെക്കേ അതിര് ഏദോമിന്റെ വശം ചേർന്ന് സിൻ മരുഭൂമി മുതലായിരിക്കും. ഉപ്പുകടലിന്റെ അറ്റത്ത് മുന്നോട്ടായിരിക്കും നിങ്ങൾക്കുള്ള തെക്കേ അതിർത്തി. എന്നിട്ട് നിങ്ങൾക്കുള്ള അതിർത്തി തെക്ക് നിന്ന് അക്രാബിം കയറ്റത്തിന് വലം വെച്ച് സിന്നിലേക്ക് കടക്കും. അതിന്റെ സീമാന്തങ്ങൾ തെക്ക് നിന്ന് കാദേശ് ബർണിയായിലേക്ക് ആയിരിക്കും. അത് ഹസാർ അധാറിലേക്ക് മുന്നേറി അസ്മോനിലേക്ക് കടക്കും. ആ അതിർത്തി അസ്മോനിൽ നിന്ന് ഈജിപ്ത് അരുവിയിലേക്ക് തിരിയും. അതിന്റെ സീമാന്തങ്ങൾ സമുദ്രത്തിലേക്കാണ്. പടിഞ്ഞാറേ അതിർത്തി നിങ്ങൾക്ക് മഹാസമുദ്രം ഒരു അതിർത്തിയായി ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾക്ക് പടിഞ്ഞാറേ അതിർത്തി. ഇതായിരിക്കും നിങ്ങൾക്കുള്ള വടക്കേ അതിർത്തി. മഹാസമുദ്രം മുതലുള്ള ഹോർ മലനിര നിങ്ങൾക്കായി നിങ്ങൾ അടയാളപ്പെടുത്തണം. ഹോർ മലയിൽ നിന്ന് ലെബോഹമാത്ത് വരെ നിങ്ങൾ അടയാളപ്പെടുത്തണം. അതിർത്തിയുടെ അറ്റങ്ങൾ സേദാദിലേക്ക് ആയിരിക്കണം. തുടർന്ന് അതിർത്തി നീളുന്നത് സിഫ്രോനിലേക്കായിരിക്കും. അതിന്റെ സീമാന്തങ്ങൾ ഹസാർ ഏനാൻ ആയിരിക്കും. ഇതായിരിക്കും നിങ്ങൾക്കുള്ള വടക്കേ അതിർത്തി. നിങ്ങൾക്കുള്ള കിഴക്കേ അതിർത്തിയായി ഹസാർ ഏനാൻ മുതൽ ഷെഫാമിലേക്ക് നിങ്ങൾ അടയാളപ്പെടുത്തണം. ആയിനിന്റെ കിഴക്ക് നിന്ന് ഷെഫാം മുതൽ റിബ്ലായിലേക്ക് അതിർത്തി താഴേക്കിറങ്ങും. അതിർത്തി താഴോട്ടിറങ്ങി കിന്നരത്ത് കടലിന്റെ കിഴക്കേ ചരിവിനോട് ചേരും. ആ അതിർത്തി ജോർദാനിലേക്ക് ഇറങ്ങും. അതിന്റെ സീമാന്തങ്ങൾ ഉപ്പുകടൽ ആയിരിക്കും. ചുറ്റുമുള്ള അതിന്റെ അതിർത്തികൾ അനുസരിച്ച് നിങ്ങൾക്കുള്ള ദേശം ഇതായിരിക്കും. മോശ ഇസ്രായേലരോട് ഇപ്രകാരം കൽപ്പിച്ചു: 9 ഗോത്രങ്ങൾക്കും ഗോത്രപാതിക്കുമായി കൊടുക്കാൻ
കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ദേശം ഇതാണ്. അത് നിങ്ങൾ നറുക്കെടുപ്പ് വഴി അവകാശപ്പെടുത്തണം. എന്തെന്നാൽ തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് റൂബന്യ ഗോത്രവും തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഗാദ്യ ഗോത്രവും അവകാശം എടുത്തല്ലോ. മനാസയുടെ ഗോത്രപാതിയും എടുത്തു കഴിഞ്ഞു. 2 ഗോത്രങ്ങളും ഗോത്രപാതിയും ജെറിക്കോയുടെ ജോർദാൻ അക്കരെ നിന്ന് ഉദയദിശയിൽ കിഴക്കോട്ടേക്ക് തങ്ങളുടെ അവകാശം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നിങ്ങൾക്കായി ദേശം അവകാശമായി തരുന്ന ആളുകളുടെ പേരുകൾ ഇവയാണ്: പുരോഹിതൻ എലയാസർ, നൂനിന്റെ മകൻ ജോഷുവ. ദേശം അവകാശമായി തരാൻ ഗോത്രത്തിന് ഒരു നേതാവിനെ വീതം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആളുകളുടെ പേരുകൾ ഇവയാണ്: യൂദാ ഗോത്രത്തിന് യെഫുന്നയുടെ മകൻ കാലേബ്, ശിമയോന്യ ഗോത്രത്തിന് അമിഹൂദിന്റെ മകൻ ശെമൂവേൽ, ബെഞ്ചമിന്യ ഗോത്രത്തിന് കിസ്ലോന്റെ മകൻ എലിദാദ്, ദാന്യ ഗോത്രത്തിന് നേതാവ് യൊഗ്ലിയുടെ മകൻ ബുക്കി. ജോസഫിന്റെ പുത്രന്മാരിൽ മനാസ്യ ഗോത്രത്തിന് നേതാവ് എഫോദിന്റെ മകൻ ഹന്നിയേൽ, എഫ്രായിമ്യ ഗോത്രത്തിന് നേതാവ് ഷിഫ്താന്റെ മകൻ കെമുവേൽ, സെബൂലൂന്യ ഗോത്രത്തിന് നേതാവ് പർനാക്കിന്റെ മകൻ എലിസാഫാൻ, ഇസാഖാറിയ ഗോത്രത്തിന് നേതാവ് അസാന്റെ മകൻ പൽത്തിയേൽ, ആശേറിയ ഗോത്രത്തിന് നേതാവ് ശെലോമിയുടെ മകൻ അഹിഹൂദ്, നഫ്താലിയ ഗോത്രത്തിന് നേതാവ് അമ്മിഹൂദിന്റെ മകൻ പെദാഹേൽ. ഇസ്രായേലിയരെ കാനാൻ ദേശത്ത് അവകാശികളാക്കുന്നതിന് കർത്താവ് നിയോഗിച്ചത് ഇവരെയാണ്. 115 സങ്കീർത്തനം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങേ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി തിരുനാമത്തിന് മഹത്വം നൽകണമേ. അവരുടെ ദൈവം എവിടെയാണ് പോലും എന്ന് ജനതകൾ എന്തിനു പറയണം? ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളിയും സ്വർണവുമാണ്, മനുഷ്യന്റെ കരവേലയാണ്. അവയ്ക്ക് വായുണ്ട്, എന്നാൽ മിണ്ടുന്നില്ല. അവയ്ക്ക് കണ്ണുകളുണ്ട്, എന്നാൽ കാണുന്നില്ല. അവയ്ക്ക് കാതുകളുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. അവയ്ക്ക് മൂക്കുണ്ട്, എന്നാൽ ഘ്രാണിക്കുന്നില്ല. കൈകളുണ്ടെങ്കിലും അവ സ്പർശിക്കുന്നില്ല. കാലുകളുണ്ടെങ്കിലും അവ നടക്കുന്നില്ല. അവയുടെ കണ്ഠം കൊണ്ട് അവ സ്വരമുണ്ടാക്കുന്നില്ല. അവയെ പോലെയാണ് അവയുടെ നിർമ്മാതാക്കൾ, അവയിൽ ആശ്രയിക്കുന്ന എല്ലാവരും. ഇസ്രായേലെ, കർത്താവിൽ ആശ്രയിക്കുക, അവിടെന്നാണ് അവരുടെ സഹായവും പരിചയം. അഹ്റോന്റെ ഭവനമേ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടെന്നാണ് അവരുടെ സഹായവും പരിചയം. കർത്താവിനെ ഭയപ്പെടുന്നവരെ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടെന്നാണ് അവരുടെ സഹായവും പരിചയം. കർത്താവ് നമ്മെ അനുസ്മരിച്ച് അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെ, വലിയവരോടൊപ്പം ചെറിയവരെ അവിടുന്ന് ആശീർവദിക്കും. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വർദ്ധിപ്പിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങൾ അനുഗ്രഹീതരാണ്. ആകാശം കർത്താവിനുള്ള ആകാശമാണ്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യമക്കൾക്ക് നൽകിയിരിക്കുന്നു. കർത്തനെ സ്തുതിക്കുന്നത് മരിച്ചവരല്ല, മൂകലോകം പോകുന്നവരാരുമല്ല. നമ്മളാണ് ഇപ്പോൾ മുതൽ എന്നേക്കും കർത്താവിനെ വാഴ്ത്തുന്നത്. ഹല്ലേലൂയ. 116 സങ്കീർത്തനം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ ദയാഭ്യർത്ഥനകളാകുന്ന സ്വരം അവിടുന്ന് ശ്രവിക്കുന്നല്ലോ. ഞാൻ വിളിച്ചപേക്ഷിച്ച എൻ്റെ ദിവസങ്ങളിൽ അവിടുന്ന് എൻ്റെ നേർക്ക് ചെവി ചായ്ച്ചുവല്ലോ. മരണപാശങ്ങൾ എന്നെ വലയം ചെയ്തും പാതാള ഞെരുക്കങ്ങൾ എന്നെ കണ്ടുമുട്ടിയും ഞാൻ ദുഃഖദുരിതങ്ങൾ നേരിടുമ്പോൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഓ കർത്താവേ, എൻ്റെ ആത്മാവിനെ വിടുവിക്കണമേ. കർത്താവ് ദയാലുവും നീതിമാനുമാണ്, ആർദ്രത കാട്ടുന്നവനാണ് നമ്മുടെ ദൈവം. കർത്താവ് സാധുക്കളുടെ കാവൽക്കാരനാണ്. ഞാൻ തകർന്നടിഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് രക്ഷയായി. എൻ്റെ ആത്മാവേ, നീ നിന്റെ സ്വസ്ഥതയിലേക്ക് മടങ്ങുക. എന്തെന്നാൽ കർത്താവ് നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണീരിൽ നിന്നും, കാലിനെ ഇടർച്ചയിൽ നിന്നും
അവിടുന്ന് വിടുവിച്ചിരിക്കുകയാണല്ലോ. ജീവിക്കുന്നവരുടെ ദേശങ്ങളിൽ ഞാൻ കർത്തൃസന്നിധിയിൽ നടക്കും. ഞാൻ ഏറെ കഷ്ടപ്പെടുന്നു എന്ന് പ്രസ്താവിച്ചപ്പോഴും ഞാൻ വിശ്വസ്തനായിരുന്നു. മനുഷ്യവംശം മുഴുവൻ നുണ പറയുന്നുവെന്ന് എന്റെ പരിഭ്രാന്തിയിൽ ഞാൻ പറഞ്ഞുപോയി. എന്റെ മേലുള്ള കർത്താവിന്റെ ഉപകാരങ്ങൾക്ക് ഞാൻ അവിടത്തേക്ക് എന്ത് തിരികെ നൽകും? രക്ഷയുടെ പാനപാത്രമുയർത്തി ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. അവിടുത്തെ സകല ജനത്തിനും അത് ദൃശ്യമായിരിക്കട്ടെ. തന്റെ ഭക്തരുടെ മരണം കർത്താവിന്റെ ദൃഷ്ടികളിൽ അമൂല്യമാണ്. ഓ കർത്താവേ, ഞാൻ തീർച്ചയായും അങ്ങേ ദാസനാണ്. അങ്ങേ ദാസിപുത്രനായ ദാസനാണ് ഞാൻ. അങ്ങ് എന്റെ ബന്ധനങ്ങൾ അഴിച്ചു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. അവിടുത്തെ സകല ജനത്തിനും അത് ദൃശ്യമായിരിക്കട്ടെ. കർത്താവിന്റെ ആലയത്തിന്റെ അങ്കണങ്ങളിൽ ജെറുസലേമേ, നിന്റെ മധ്യത്തിൽ തന്നെ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. ഒരു സാബത്ത് ദിവസം അവൻ പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഏശയ്യാ പ്രവാചകന്റെ ചുരുൾ അവന് നൽകപ്പെട്ടു. ചുരുൾ നിവർത്തിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാൻ അവൻ എന്നെ അഭിഷേചിച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കാനും കർത്താവിന്റെ പ്രസാദ വത്സരം പ്രഘോഷിക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ചുരുൾ മടക്കി ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തറച്ചിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു: വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ സംഭവിച്ചതായി ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. അവൻ പറഞ്ഞു: എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകാര്യനല്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സെറെപ്തായിലെ ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ മറ്റാരുടെയും അടുത്തേക്ക് ഏലിയ അയക്കപ്പെട്ടില്ല. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും ശുദ്ധമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും രോഷം കൊണ്ട് നിറഞ്ഞു. അവർ എഴുന്നേറ്റ് അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ കൊണ്ടുപോകുകയും ചെയ്തു. എന്നാൽ അവനോ അവരുടെ ഇടയിലൂടെ കടന്നുപോയി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ.